ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 14-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നു, വിലാപം കഴിക്കേണ്ട രീതി. ആരെങ്കിലും ബന്ധുക്കൾ മരിക്കുന്നുവെങ്കിൽ അവരോടുള്ള ആ സ്നേഹത്തെ പ്രതി വിലാപം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ മുറിവുകൾ ഉണ്ടാക്കുകയോ തലയുടെ മുൻഭാഗം മുണ്ടനം ചെയ്യുകയോ ചെയ്യരുത്. ജാതികളുടെ ഇടയിൽ അപ്രകാരം ചില രീതികൾ അവർ ചെയ്തു വന്നിരുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ്, ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ പരിശുദ്ധനായിരിക്കുക, ജാതികൾ ചെയ്യുന്നതുപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം അവിടെ ഒരു വലിയ മുന്നറിയിപ്പ് നൽകുകയാണ്. 3 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെക്കുറിച്ചും ഏതൊക്കെ മൃഗങ്ങളെ ഭക്ഷിക്കാമെന്നതിനെക്കുറിച്ചും പറയുന്നു. അശുദ്ധമായ മൃഗങ്ങളെ ഒന്നും ഭക്ഷിക്കാൻ പാടില്ല, ശുദ്ധമുള്ള മൃഗങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ശുദ്ധമുള്ള മൃഗമായി ഇവിടെ പറയുന്നത് ഇരട്ട കുളമ്പുള്ളതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെയാണ്. അങ്ങനെയുള്ള മൃഗങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഒറ്റക്കുളമ്പുള്ളതോ അയവിറക്കാത്തതോ ആയ മൃഗങ്ങളെ ഭക്ഷിക്കാൻ പാടില്ല. ഈ ഇരട്ടക്കുളമ്പ് അഥവാ ഈ അയവിറക്കുന്ന അത് പറയുമ്പോൾ തന്നെ ഒട്ടകം, മുയൽ, കൊഴിമുയൽ എന്നിവയെ നിങ്ങൾ ഭക്ഷിക്കരുത്. കാരണം അവ അയവിറക്കുന്നു എങ്കിലും അവയ്ക്ക് ഇരട്ടക്കുളമ്പില്ല. പന്നി എന്ന മൃഗത്തിന് ഇരട്ടക്കുളമ്പുണ്ട്, പക്ഷേ അത് അയവിറക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മൃഗങ്ങളെ നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശുദ്ധിയുള്ളതായ എല്ലാ പക്ഷികളെയും നിങ്ങൾക്ക് ഇത് ഭക്ഷിക്കാം. മത്സ്യങ്ങളിൽ ചിതമ്പുൾ ഉള്ളതും ചിറകുള്ളതുമായ അതിനെയൊക്കെ നിങ്ങൾക്ക് ചിതമ്പലുള്ളതും ചിറകുള്ളതുമായ മത്സ്യങ്ങളെ ഭക്ഷിക്കാം. അതില്ലാത്തവയെ ഭക്ഷിക്കാൻ പാടില്ല. ഏതൊക്കെ മത്സ്യങ്ങളെ ഭക്ഷിക്കരുതെന്നുള്ള വ്യക്തമായ നിയമം അവിടെ കൊടുക്കുന്നുണ്ട്. ശുദ്ധിയുള്ള എല്ലാ പക്ഷികളെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ അശുദ്ധമായ പക്ഷികളുടെ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിനെ നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. ചിറകുള്ള പ്രാണികളെല്ലാം നിങ്ങൾക്ക് അശുദ്ധമാണ്, അങ്ങനെയുള്ള ഒരു പ്രാണിയെയും ഭക്ഷിക്കാൻ പാടില്ല. ശുദ്ധിയുള്ള പറവകളെയൊക്കെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. തനിയെ ചത്തതിനെയോ ഒരു കാരണവശാലും ഭക്ഷിക്കരുത്. അതിനെ നിങ്ങളുടെ ഇടയിലുള്ളതായ പരദേശികൾക്കോ അന്യനോ ഒക്കെ അതിനെ നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. നിങ്ങളത് ഭക്ഷിക്കാൻ പാടില്ല. ഇതൊക്കെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള വിശുദ്ധിയെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ആവശ്യപ്പെട്ട വിശുദ്ധി ശരീരത്തെക്കാൾ ഉപരി ഹൃദയത്തിൻ്റേതാണ്. കാരണം എല്ലാ പാപചിന്തകളും ഉടലെടുക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. മനസ്സിൽ ഉടലെടുക്കുന്ന ചിലതൊക്കെ നമ്മൾ ചെയ്യുന്നു, ബാക്കി ചെയ്യാതെ മനസ്സിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, ആ മനസ്സാണ് ഹൃദയമാണ് ഏറ്റവും വിശുദ്ധമായിരിക്കേണ്ടത്. പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ ഒരു നിഴൽ മാത്രമാണല്ലോ. അതുകൊണ്ട് പക്ഷിമൃഗാദികളുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ അവരോട് ഇത് പറയുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് ഭക്ഷണമല്ല പ്രശ്നം, ഹൃദയമാണെന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ പറയുന്നു, ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. ആ പാല് കുടിച്ചാണ് ആട്ടിൻകുട്ടിയെ വളരുന്നത്. അതിന് വളരാനുള്ള പാലിൽ അതിൻ്റെ മാംസം വേവിക്കുക എന്നുള്ളത് ഒരു ഹീനമായ പ്രവൃത്തിയായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്രകാരം ചെയ്തതെന്ന് യഹോവയായ ദൈവം ഇവിടെ പറയുന്നു. 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ദശാംശം നൽകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. വർഷം തോറും കൃഷിവകയുടെ ദശാംശം നിങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ആടുമാടുകളിൽ നിന്ന്, അതായത് നിങ്ങൾ എവിടെ വെച്ചാൽ ഭക്ഷിക്കേണ്ടത്, ദൈവം അതിനുവേണ്ടി വേർതിരിച്ചതായ സ്ഥലമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്. അങ്ങനെ ദൈവം വേർതിരിച്ച സ്ഥലത്താണ് ആരാധനാലയങ്ങളൊക്കെ അവർ പണിയുന്നത്. അപ്പോൾ അത് അവിടെ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ചിട്ട് അത് ഭക്ഷിക്കുക. ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം അതിനെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ള വലിയ ചിന്ത അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിശുദ്ധമാണ്, അതിനെ അവിടെ വെച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാം.
എന്നാൽ നിങ്ങൾക്ക് ദശാംശം കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥലത്താണ് വിശുദ്ധ സ്ഥലമെങ്കിൽ, ഈ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് വിറ്റ് അതിൻ്റെ പണം നിങ്ങൾക്ക് വാങ്ങാം. ആ പണം കൊണ്ട് വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ യാത്ര ചെയ്ത് ചെന്ന് അവിടെ നിന്നുള്ള സാധനം ആ പണം കൊടുത്ത് വാങ്ങി അവിടെ വെച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാം. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും വിശദീകരണങ്ങളും യഹോവയായ ദൈവം ഇവിടെ നൽകുകയാണ്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ ദശാംശം കൊടുക്കുമ്പോൾ ലേവ്യരുടെ കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. കാരണം ലേവ്യ ഗോത്രം പൗരോഹിത്യ ഗോത്രമാണല്ലോ. അവർക്ക് ഭൂമിയിൽ മറ്റവകാശങ്ങളൊന്നും യഹോവയായ ദൈവം അവിടെ കൊടുത്തില്ല. അവരുടെ അവകാശം ദൈവമാണെന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൃഷി ചെയ്യാനോ ആടുമാടുകളെ മേയ്ക്കാനോ ഒക്കത്തില്ല. 24 മണിക്കൂറും ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അവരുടെ ശുശ്രൂഷ. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ ദശാംശം കൊടുക്കണം. എല്ലാ 3 വർഷവും കൂടുമ്പോൾ ദശാംശം നിങ്ങൾ കളക്ട് ചെയ്യണം. ആ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കണം, അനാഥർക്ക് കൊടുക്കണം, വിധവകൾക്ക് നിങ്ങൾ കൊടുക്കണം. കാരണം ദൈവം എപ്പോഴും അങ്ങനെയുള്ള വേദന അനുഭവിക്കുന്ന ആളുകളുടെ കൂടെയാണ്. അത് ദൈവത്തിന് നൽകുന്നതിന് തുല്യമാണ്, ദൈവത്തിന് ദശാംശം കൊടുക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എളിയവന് ചെയ്യുന്നതൊക്കെ എനിക്ക് ചെയ്തു. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല എന്നൊക്കെ കർത്താവ് പറഞ്ഞ് നമ്മൾ ഓർക്കേണ്ടതാണ്. മത്തായിയുടെ സുവിശേഷം 25:31 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ന്യായവിധിയെക്കുറിച്ച് കർത്താവ് പറയുന്നു, അവൻ സിംഹാസനത്തിലിരിക്കും, ഭൂമിയിലുള്ള സകല ജാതികളെയും ഇടത്തോട്ടും വലത്തോട്ടുമായി അവൻ വേർതിരിക്കും. വലത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കൊരുക്കിയിരിക്കുന്ന ആ ഇടം നിങ്ങൾ പ്രാപിക്കുവിൻ. കാരണം എനിക്ക് വിശന്നു, ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു. മനുഷ്യജീവിതത്തിൻ്റെ അന്നത്തെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കർത്താവ് പറഞ്ഞു. അന്നൊക്കെ നിങ്ങൾ എന്നെ കാണുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്തു. അപ്പോൾ നിങ്ങളിൽ പലരും പറയും, അന്ന് ഞങ്ങളാരും നിന്നെ കണ്ടിട്ടില്ല. അന്ന് ഞാൻ അവരോട് തീർത്തു പറയുന്ന കർത്താവ് പറഞ്ഞു, നിങ്ങൾ എളിയവന് ചെയ്തതൊക്കെ നിങ്ങൾ എനിക്ക് ചെയ്തു. ചെയ്യാത്തവരോട് പറഞ്ഞു, നിങ്ങൾ നിത്യമായ നരകത്തിലേക്ക് എടുത്തു ഭാഗത്തേക്ക് നിങ്ങൾ പോകുവിൻ. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തെ ദൈവം വിലയിരുത്തുന്നത് ഇങ്ങനെ വേദന അനുഭവിക്കുന്നവരോടുള്ള, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരോടുള്ള നമ്മുടെ സമീപനമാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തെ, ആധ്യാത്മിക ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ വേദഭാഗങ്ങൾ നമ്മെ സഹായിക്കണം. പഴയ നിയമത്തിലെല്ലാം ശരീരത്തിന് പുറത്തുള്ള വിശുദ്ധിയാണെങ്കിൽ പുതിയ നിയമത്തിലെല്ലാം അകത്തുള്ള വിശുദ്ധിയാണ്. ആ വിശുദ്ധിയോടുകൂടി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവമായതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.